ഇപ്പൊ 1-2 കമ്മൽ ഉണ്ടാക്കിയപ്പോഴേ കമ്മലിൽ വെറൈറ്റി ഉണ്ടാക്കി നോക്കാൻ ഭയങ്കര തോര. ഞാൻ വിചാരിച്ച് എന്തായാലും ഇനി അനിയന്റെ കല്യാണമൊക്കെ വരാൻ പോവുന്നുണ്ട്, അപ്പൊ ഹൽദിയിലേക്ക് നമുക്കൊരു മഞ്ഞ കമ്മൽ വേണം, എന്നാ അതൊന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു. കയ്യിലുള്ള സ്റ്റോൺസും ബീഡ്സും ഇങ്ങനെ അടുക്കി വെച്ചിട്ടില്ല, ഇതിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങോട്ട് ആവുമ്പോൾ ഉണ്ടാവുന്ന സംതൃപ്തി ഉണ്ട്, അതുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒരുപാട് കമന്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എവിടുന്നാ വാങ്ങിക്കണെന്ന്. ഞാൻ ഇവിടെ അടുത്തുള്ള ബട്ടൺ ഹൗസ് നിന്നാണേ വാങ്ങിച്ചത്. പിന്നെ നമുക്ക് ഓൺലൈനിലും അവൈലബിൾ തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഞാൻ ഇത് ഏത് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഞാൻ അത് B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നല്ലോണം എടുത്ത് വെക്കാന്നുള്ളതാണ്. പിന്നെ വേറെ ഒന്നല്ല, നമ്മൾ പീലിക്കുട്ടീൻ്റെ കണ്ണ് തിരിച്ചിട്ട് ഈ ബീഡ്സ് ഒക്കെ ഒന്ന് എവിടെയെങ്കിലും എടുത്ത് വെക്കാന്ന് തന്നെയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ വീട്ടിൽ ഞാൻ കാണാത്ത പല സ്ഥലങ്ങളും ഓള് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പീലിക്കുട്ടി കാണാണ്ട് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി ഇരുന്നിട്ടാണ് ഞാൻ അത് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ പീലിക്കുട്ടി ഉണ്ടല്ലോ അല്ലാത്ത ദിവസങ്ങളിൽ 10 മണി വരെ കിടന്നുറങ്ങുന്നു. അംഗനവാടി പോകാൻ വിളിച്ചിരിക്കുകയാണെങ്കിൽ എണീക്കും. എന്നാണെങ്കിലോ പെണ്ണ് നേരത്തെ കാലത്ത് തന്നെ നീച്ച് പോരുകയും ചെയ്ത്. അതൊക്കെ പോട്ടെ, എങ്ങനെയൊക്കെയോ സമയം ഉണ്ടാക്കി ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോഴാണെങ്കിലോ വോയിസ് കൊടുക്കാൻ നേരം ഒരു ഒടുക്കത്തെ കോഴീൻ്റെ കൊക്കലും. അതൊക്കെ പോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ഇടണതേ. ഞാൻ എൻ്റെ പ്രാരാബ്ദം കഷ്ടപ്പാടൊക്കെ പറഞ്ഞ് തീർന്നപ്പോഴേക്കും നമ്മളെ കമ്മലിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാൻ, ഇഷ്ടപ്പെട്ടിക്കണം എന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ബൈ.